ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും പോരാതെ അറിവുണ്ടാകണം. ഭഗവത്ഗീത പറയുന്നതൊക്കെ കേട്ട് ഉള്ളിൽ അത് മനസ്സിലാക്കാനുള്ള കൃപ തരണമെന്നും കൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കണം എല്ലാ മക്കളും. എന്നിട്ട് ധ്യാനിക്കാനിരിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ അതുപോലെ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് തരുന്നതാ. നമുക്ക് ഉള്ള അറിവുപോലെ നമുക്കത് പഠിക്കാം, അത് മനസ്സിലാക്കാം, അത് ഈശ്വരനോട് അഭയമായി പറയണം. ഭഗവാനെ ഇത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, ഒരു ബുദ്ധി തരണമേ, അങ്ങനെ ആയിത്തീരാൻ ഞങ്ങൾ കൂടി ഭഗവാൻ അനുവദിക്കണമേ. ഈ അർജുനന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാലേ ഇതൊക്കെ ഉള്ളിൽ മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഭഗവത്ഗീത കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സാഖ്യയോഗം 2-ാം അധ്യായം 50-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അതിൽ അർജുനനോട് ഭഗവാൻ പറയുന്നു, സുഖ ദുഃഖങ്ങളിൽ സമത്വബുദ്ധിയോടുകൂടിയവൻ പുണ്യവും പാപവുമാകുന്ന കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. സുഖദുഃഖങ്ങളിൽ എന്ത് സമത്വം? സുഖം എന്ന് ദുഃഖമെന്നും രണ്ടില്ല, രണ്ടിലും ഒന്നുപോലെയാണ്. ദുഃഖം അനുഭവപ്പെട്ടാലും അദ്ദേഹം അറിയുന്നില്ല, സുഖം എന്താണെന്നും അറിയുന്നില്ല. രണ്ട് രീതി വന്നാലും ദ്വന്ദ്വമില്ലാത്തവൻ, രണ്ടിലും ദ്വന്ദ്വം രണ്ടെന്നുള്ളത് സുഖവും ദുഃഖവും ഒരേ അവസ്ഥയിലാണ് അദ്ദേഹം കാണുന്നത്. ഒരു ജ്ഞാനി അങ്ങനെ ആകിത്തീരണം. അതുകൊണ്ട് അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് ഒരു കാരണം എപ്പോഴും ആ മനോഭാവം, ദുഃഖമെന്നോ സുഖമെന്നോ ഉള്ള ചിലർക്ക് എന്താ, സുഖം വരുമ്പോൾ വളരെ അങ്ങ് ആഹ്ലാദിക്കും, അയ്യോ എന്തൊരു ആനന്ദമാണ് സുഖത്തിന്. ദുഃഖം വരുമ്പോഴോ അതുപോലെ ദുഃഖിക്കും. അത് രണ്ടും പാടില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും സമത്വ ബുദ്ധിയോട് കൂടിയവനാണ്, അങ്ങനെ ഉള്ളവനാണ് പാപവും പുണ്യവും ഒക്കെ അങ്ങനെയുള്ള കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പാപം എന്താണെന്നോ പുണ്യം എന്താണെന്നോ അതിനും അറിയില്ല, അതിലും സമത്വമാണ്. പുണ്യം എന്താണെന്നും പാപം എന്താണെന്നും അറിയാത്തതുപോലെ തന്നെ സുഖം എന്താണെന്നും ദുഃഖം എന്താണെന്നും അറിയുന്നില്ല. അപ്പോൾ പുണ്യം ചെയ്തതാണ് അവർക്ക് പുണ്യം കിട്ടുമെന്നും ഒരു പാപകർമ്മം ചെയ്തിട്ട് അത് പാപമാണെന്നും ആ മനുഷ്യന് അറിയുന്നില്ല. കാരണം എന്താണ്, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന്, നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചെയ്യുന്നതെല്ലാം ഭഗവാന് പൂജയാണ്, കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങളാണ്, കാണുന്നതെല്ലാം ഭഗവാന്റെ വിഗ്രഹങ്ങളാണ്. അതുപോലൊരു ഭക്തൻ അങ്ങനെ ആയിത്തീരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കർമ്മമെല്ലാം എന്താണ്, അത് പുണ്യമാണോ പാപമാണോ? അദ്ദേഹം ചെയ്തെല്ലാം എന്താ, അർച്ചനകളാണ്. ഒരു ഭക്തൻ ചെയ്യുന്ന ജോലികളെല്ലാം ഭഗവാൻ അർച്ചിക്കുന്നതാണ്. അപ്പോൾ അവിടെ പുണ്യവും പാപവും അദ്ദേഹം അറിയുന്നു. എന്ത് കർമ്മം ചെയ്യുന്നതും ഭഗവാൻ അർച്ചനയായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവിടെ പുണ്യം ചെയ്തോ പാപം ചെയ്തോ എന്നുള്ള ചിന്ത ഉണ്ടാവുമോ? അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് പൂജയായി ചെയ്യുക. നമ്മൾ അരിയും കറിയും വയ്ക്കുന്നതും ഭഗവാന് പൂജയായി ചെയ്യുക. അല്ല, മറ്റൊരു തൊഴിലിന് പോവുകയാണെങ്കിൽ അതും പൂജയായി. അപ്പം നമ്മൾക്ക് എന്ത് കർമ്മം ചെയ്താലും അതിനകത്ത് പാപമാണോ പുണ്യമാണോ എന്ന് അദ്ദേഹം മനസ്സ് അറിയുന്നില്ല. മനസ്സ് എവിടെ പോയി? ഈശ്വരങ്കിലേക്ക് അത് അർച്ചിച്ചു പൂജയായിട്ട് ആ കർമ്മം, ചെയ്യുന്ന കർമ്മം, ഇപ്പം മുടിവെട്ടാണോ ജോലി, ആ മുടിവെട്ടുന്ന ആ ജോലിയും ഭഗവാൻ അർച്ചിക്കുക. എന്ത് ജോലി ചെയ്താലും അർച്ചനയായി ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെ ഇരിക്കുന്നു? ഈശ്വരങ്കിലേക്ക് ഇരിക്കുന്നു. അപ്പോൾ അതിനവിടെ എന്തെങ്കിലും ഫലം അദ്ദേഹത്തിൻ്റെ മനസ്സിലായിട്ട് വരുമോ? ചെയ്ത ജോലിക്കുള്ള കൂലി ഫലം പാപം ചെയ്ത പാപകർമ്മമാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പാപം അദ്ദേഹം അനുഭവിക്കേണ്ടി വരുമോ? കാരണം അദ്ദേഹം മനസ്സിൽ ചെയ്തതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെ ഇരുന്നു? ഈശ്വരനിലേക്ക് ഇരുന്നു. അർച്ചനയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനെ, കൃഷ്ണ എന്നുള്ള ചിന്ത മാത്രം മനസ്സിലുണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹം അവിടെ ചെയ്തത് ഈശ്വരനല്ലേ, മനസ്സ് ഭഗവാനിലേക്കല്ലേ ഇരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സുഖ ദുഃഖങ്ങളിൽ സമത്വ ബുദ്ധിയോടുകൂടിയവൻ. അങ്ങനെയുള്ള ഒരു സമത്വ ബുദ്ധി വേണമെങ്കിൽ ഇങ്ങനെ ഭഗവാന് അർച്ചനയായി ചെയ്യുന്നൊരു വ്യക്തിക്ക് അത് നടക്കൂ, ഈ സമത്വ ബുദ്ധി ഉണ്ടാവുള്ളൂ. അല്ലാത്തവരെല്ലാം ചെയ്യുന്ന ജോലി, ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, ഞാനാണിത് ചെയ്യുന്നത്, ഞാൻ അങ്ങനത്തോനാ, ഞാൻ വിചാരിച്ച ഇതിനപ്പുറത്ത് നടക്കും, ഇങ്ങനെ അഹങ്കാരം പിടിച്ചാണ് സർവ്വതും ചെയ്യുന്നത്. ഇപ്പം അർജുനും ഇതുപോലെ അല്പം അഹങ്കാരം ഉള്ളതൊക്കെ മാറ്റാനാണ് ഭഗവാൻ ഇത് നോക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് ഞാനെന്നുള്ള ഭാവം പോയിട്ട് മമത വന്നു, എൻ്റെ സ്വന്തം ബന്ധവും കൂടെ ആയി. അപ്പോൾ എല്ലാം കൊണ്ടും ഉള്ളം നിറച്ച കാലുഷ്യങ്ങളല്ലേ ഇരിക്കുന്നത്. അവിടെ എങ്ങനെ സമത്വം വരും?
ഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാണ്, നമ്മളിത് പഠിക്കണം. അതുകൊണ്ടിവിടെ പുണ്യവും പാപവും ആകുന്ന കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു? അദ്ദേഹം ഈ പുണ്യം ചെയ്താലും പാപം ചെയ്താലും അവിടെ സമത്വ ബുദ്ധിയായിരുന്നു. പുണ്യം ചെയ്തൊന്നുമില്ല, പാപം ചെയ്തൊന്നുമില്ല, അവിടെ മനസ്സ് അതിലെങ്ങും പോയതുമില്ല. മനസ്സ് എപ്പോഴും ഭഗവാങ്കൽ തന്നെ ഇരുന്നു. എന്ത് ജോലി, ഇപ്പം ഒരു മൂട് തടി മരച്ചീനി നട്ടു, അല്ലെങ്കിൽ ഒരു മൂട് വാഴ നട്ടു, അപ്പോഴും ആ മണ്ണ് കിളയ്ക്കുന്ന അമ്മ ദേവി മഹാമായെ പ്രകൃതി മഹാശക്തി ഇന്ന് ആ അമ്മയെ ഭൂമിദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കുന്താലി ആ ഒരു കുഴി കുഴിക്കുമ്പോഴും അത് അർച്ചനയായി, ആ അമ്മയ്ക്കത് അർച്ചനയായി ചെയ്യുവാണ്. അപ്പോൾ അവിടെ ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? അത് അർച്ചനയല്ലേ. അവിടെ കിളച്ച് ആ ഭൂമിയുടെ കിളച്ച് മുറിച്ചുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. അദ്ദേഹം അതെല്ലാം അർച്ചനയായ ചെയ്തേക്കുന്നത്, ഭഗവാന് പൂജയായ ചെയ്തേക്കുന്നത്. എന്ത് ചെയ്താലും മനസ്സ് അങ്ങനെ ഒരു ജ്ഞാനിയായി തീരാനാണ് ഇവിടെ ഭഗവാൻ നമുക്കിവിടെ ഉപദേശം തരുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആകാമെങ്കിൽ നമുക്ക് എന്ത് വരും? ഒടുക്കം വായിക്കുമ്പോൾ മനസ്സിൽ നമ്മൾ എന്തായി തീരുമെന്ന് ഇതിൽ പറയും. അങ്ങനെ ഇവിടെ ആദ്യമേ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? നമ്മൾ ഒരു ഭക്തൻ അങ്ങനെ ആയി തീരണം. ഭക്തി കൊണ്ടേ അങ്ങനെ വരത്തുള്ളൂ. കാരണം അല്ലാത്തവർക്കും ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി പതുക്കെ ഭക്തി വർദ്ധിക്കാണ്ട് ഇത് അറിയാൻ പറ്റാത്തവർ വിചാരിക്കരുത് ഇത് എനിക്കുള്ളതല്ല എന്ന് മാറരുത്. കാരണം ഇത് പതുക്കെ എല്ലാവരും ഇങ്ങനെ ആയി തീരണമെങ്കിൽ കുറേശ്ശെ മനസ്സിലാക്കണം. അല്ലാതെ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ആരും ഇട്ട് കളയരുത് മക്കളെ. ഇത് കുറേശ്ശെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ബുദ്ധിപൂർവ്വം ഭഗവാനെ എനിക്കിത് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കണം ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ സുഖദുഃഖങ്ങളിൽ സമത്വ ബുദ്ധിയോട് കൂടിയവൻ. അപ്പം രണ്ടിലും സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപോലെയാണ്. അവിടെ സുഖത്തിൽ ആഹ്ലാദിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല, ദുഃഖത്തിൽ വിഷമിക്കുന്നുമില്ല, സമഭാവനയാണ്. അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ, ഒരു യോഗി അല്ലെ ഒരു ജ്ഞാനി പുണ്യവും പാപവുമാകുന്ന കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്താലും അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. അദ്ദേഹത്തിന് അതിൻ്റെ ഫലം ആഗ്രഹിക്കുന്നതിലല്ലേ അർത്ഥമുള്ളൂ. അദ്ദേഹം നന്നായി പ്രയത്നിക്കുന്നു, നന്നായി കർമ്മം ചെയ്യുന്നു. അതിനാൽ നീ ജ്ഞാനോ ഉപായ നിഷ്കാമകർമ്മ യോഗത്തിനായിക്കൊണ്ട് പ്രയത്നിക്കുക. എന്താണ്? കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. കർമ്മത്തിലുള്ള സാമർഥ്യം. ഫലം ചിലരെങ്ങനെയാണെന്നറിയുമോ? ഇന്നത്തെ ജോലി സൗജന്യമാണ്, കൂലിയൊന്നും കിട്ടുന്നതല്ല, അതുകൊണ്ട് അവിടെ നിന്ന് കറങ്ങി എന്തെങ്കിലും പ്രത്യേകം ഒരു കല്യാണത്തിനോ സദ്യ ഒരുക്കാനോ ഒക്കെ ചിലർ എല്ലാവരും ഒത്തുകൂടും. കഠിനമായി പ്രയത്നിക്കാതെ കള്ളത്തരത്തിൽ നടക്കുന്നവരുണ്ട്. കാരണം മെയ്യല്ലെങ്കിൽ ചെയ്യാൻ കഴിയത്തില്ല, കാരണം കൂലിയും കിട്ടുന്നില്ല, സൗജന്യമാണെന്ന് കൂട്ടിക്കൂ. അവിടെ അദ്ദേഹം സാമർഥ്യത്തോടെ ചെയ്യുന്നില്ല, അത് അർത്ഥമല്ല, അത് ശരിയല്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, എന്തെന്നാൽ കർമ്മങ്ങളിലുള്ള സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. ഇവിടെ സാധാരണക്കാരൻ്റെ കാര്യമല്ലത്. ഇവിടെ കാശ് കൂലി വാങ്ങിച്ച് ജീവിക്കുന്ന ചില വർഗ്ഗങ്ങളുണ്ട്, അവരുടെ കാര്യമല്ല. ആരായാലും ഇങ്ങനെ തന്നെ വേണം. നമ്മൾ ഒരാളുടെ നിന്ന് ഫലം ആഗ്രഹിക്കത്തില്ല, പക്ഷേ നമ്മൾ യഥാർത്ഥ ആത്മാർത്ഥതയോടുകൂടി തന്നെ ആ കർമ്മം ചെയ്ത് കൊടുക്കണം. അതാണ് ഈശ്വരന് ഇഷ്ടം. ഉള്ളിൽ യാതൊരു കാപട്യവും കാണരുത്, നിഷ്കളങ്കമായ രീതി തന്നെ ആ കർമ്മം ചെയ്യണം. അവിടെ കളങ്കം പാടില്ല. അപ്പോൾ ആ ഹൃദയം അശുദ്ധിയാവുന്നു. എന്തെങ്കിലും മനസ്സിൽ അല്പം കോട്ടിമാട്ടി ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ കഴിഞ്ഞങ്ങ് പോട്ടെ, കൂലിയൊന്നും കിട്ടുന്നതല്ലല്ലോ എന്ന് ചിന്തിക്കും. ആ ദുഷിച്ച മനസ്സല്ലേ അവിടെ. ആ മനസ്സ് ഈശ്വരങ്കിൽ ഇഷ്ടപ്പെടൂ. അപ്പോൾ ആ മനസ്സ് പാടില്ല. അവിടെ സാമർഥ്യ വിശേഷമാണ് ഇവിടെ യോഗമെന്ന് പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. കൂലിയല്ല അവിടെ നോക്കുന്നത്. നമുക്ക് കൂലിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാത്തിനും സമത്വ ബുദ്ധി. പക്ഷേ കർമ്മം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് സാമർഥ്യത്തോടുകൂടി തന്നെ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ ഈശ്വരന് ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് അതിനാണ് യോഗമെന്ന് പറയുന്നത്. യോഗം അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയെ ഈശ്വരൻ ഇഷ്ടപ്പെടത്തില്ല. ഉള്ള മൊത്തം കാപട്യം നിറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? എന്താണ് കാപട്യം എന്ന് പറയാൻ കാരണം? നിഷ്കളങ്കമായ അല്ല അദ്ദേഹം ജോലി ചെയ്തത്. കാരണം കൂലി കിട്ടൂല എന്നാവുമ്പോൾ ചിലർ ഉളപ്പി നിൽക്കും. അത് അകത്തെ കാപട്യം അല്ലേ? അന്ധകരണം ശരിയാണോ? അഹങ്കാരമോ അസൂയയോ കുശുമ്പൊക്കെ ഉള്ളവരല്ലേ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നന്നായി പ്രയത്നിക്കണം, സത്യസന്ധമായി ജോലി ചെയ്യണം. വയ്യാത്ത ജോലി ചെയ്യണമെന്ന് ഈശ്വരൻ പറയത്തില്ല. നമ്മളാൽ ഒക്കുന്ന ചെയ്താൽ മതി. പക്ഷേ അത് സത്യസന്ധമായി സാമർഥ്യത്തോട് തന്നെ സന്തോഷമായിട്ട് തന്നെ ചെയ്യണം. അതാ അവിടെ സമത്വ ബുദ്ധി ആയിരിക്കണം. ഒന്നിനും
ഒരു ഫലത്തിനും ആഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നത്, എന്നാൽ അവിടെ സാമർഥ്യം കാണിക്കുകയും വേണം. അതാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു ജ്ഞാനിയെയാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ കാപട്യം കൊണ്ട് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് ഒന്നും അങ്ങോട്ടൊക്കെ നടന്നും കറങ്ങിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അങ്ങ് പോകാം എന്ന് ചിന്തിച്ചാൽ അത് അത്രമാത്രം കാപട്യമല്ലേ? സത്യസന്ധമാണോ അത്? നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണ്ടേ? അവിടെയല്ലേ ഈശ്വരൻ തുടങ്ങത്തുള്ളൂ. നല്ല ഹൃദയത്തിലല്ലേ ഈശ്വരൻ വസിക്കത്തുള്ളൂ. അപ്പോൾ ഈശ്വരനെ വസിപ്പിക്കാൻ, ഈശ്വരനായി നമ്മൾ മാറണമെങ്കിൽ, ഒരു ജ്ഞാനി ആവണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. നമുക്കിനി 51-ാമത്തെ ശ്ലോകം വായിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകൂടെ എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ മനസ്സിലാക്കാൻ. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്കുവാ മനീഷിണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ഭഗവാൻ പറയുന്നു വീണ്ടും, സമഭാവനാലോലുപരായ. സമഭാവന എല്ലാത്തിലും, പാപത്തിലും പുണ്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഉഷ്ണത്തിലും തണുപ്പിലും എല്ലാം സമഭാവനയാണ്. അങ്ങനെ സമഭാവനാലോലുപരായ അങ്ങനെയുള്ള നല്ല ജ്ഞാനികളായ ഭക്തന്മാരുണ്ട്. അതിന് ജ്ഞാനയോഗ നിഷ്ഠന്മാർ. അവരാണ് യഥാർത്ഥ ജ്ഞാനത്തിലും യോഗത്തിലും നിഷ്ഠന്മാരാണ്. അത്ര ദൃഢമായ ജ്ഞാനികളാണ് അവർ. അത് സമഭാവനാലോലുപരാണ്. അവർക്ക് അത്രമാത്രം ആനന്ദമുണ്ട്. ഒരു കർമ്മം ചെയ്യുമ്പോൾ തന്നെ എന്താണ്, അവർ രണ്ടിലും, സുഖത്തിലും ദുഃഖത്തിലും ഏറ്റക്കുറച്ചിലും എല്ലാം അവരുടെ ആ മനോഭാവം നല്ലതായിരിക്കും. അവരുടെ ഉള്ളം പരിശുദ്ധമായിരിക്കും. അങ്ങനെയുള്ള ജ്ഞാന യോഗ നിഷ്ഠന്മാർ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിച്ചിട്ട്, അപ്പം നന്നായി കർമ്മം ചെയ്യും. എങ്ങനെയാ? സാമർത്ഥ്യത്തോടെ ചെയ്യും. പക്ഷേ അതിൻ്റെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെയാണെങ്കിലോ ഉപേക്ഷിച്ചിട്ട് കേവലം ഈശ്വരാരാധനമായി കർമ്മം ചെയ്യുന്ന ജ്ഞാനികളായി ഭവിക്കും. അപ്പം ഈശ്വരാരാധനമായി കർമ്മം ചെയ്ത എന്ത് കർമ്മമായാലും അത് ഭഗവാന് അർച്ചനയായിട്ട് ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ജോലികൾ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഭഗവാനെ അത് അർച്ചനയായി ചെയ്യുമ്പോൾ അവിടെ ഈശ്വരാർപ്പണമായി വന്നില്ലേ? അപ്പോൾ ഈശ്വരാരാധനമായി കർമ്മം ചെയ്യുന്ന ജ്ഞാനികളായി ഭവിച്ചിട്ട് ജന്മരൂപമായ ബന്ധത്തിൽ നിന്ന് മോചിച്ചവരായി സർവോ ഉപദ്രവരഹിതമായിരിക്കുന്ന വിഷ്ണു പദത്തെ പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഈശ്വരാരാധനയായി കർമ്മം ചെയ്യുന്നവർക്ക് മാത്രമേ സർവോ ഉപദ്രവരഹിതമായ വിഷ്ണുപദം കിട്ടുകയുള്ളൂ. കാരണം എന്താ? ഫലം ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടെ ബന്ധം എല്ലാം മോചനപ്പെടും. യാതൊന്നിലും കെട്ടുകിടക്കത്തില്ല. ഇന്ന കർമ്മം ചെയ്തു, അത് ഇന്നതെനിക്ക് വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കർമ്മത്തിൻ്റെ വാസനകൾ കിടക്കത്തുള്ളൂ. വാസന ഇല്ലാത്തത്തോളം കാലം പിന്നെ ജനിക്കേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകുന്നു? ഭഗവാനിലേക്ക്, പരമപദം വിഷ്ണുപദത്തിലേക്ക് ചേരുന്നു. അതുകൊണ്ടാണ് കർമ്മത്തിൽ നിന്ന് ഈ സമഭാവനാലോലുപരായ ജ്ഞാനയോഗനിഷ്ഠന്മാർ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ എന്ത് ചെയ്യുന്നു? ഈ ജ്ഞാനയോഗികൾ ഉപേക്ഷിച്ച്. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുക. നമുക്ക് ഈശ്വരഭക്തന്മാർ എന്ത് ഭക്തിപരമായ ഈ പൂജാകർമ്മങ്ങളൊക്കെ ആണല്ലോ ഓരോരുത്തർക്കും ഓരോ തൊഴിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പം അർജുനന് യുദ്ധമാണ് പറഞ്ഞേക്കുന്നത് തൊഴിൽ. അതേസമയം ഭാഗവത പാരായണങ്ങളൊക്കെ നമുക്ക് ഇത് ഭാഗവത പാരായണം ആയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി തന്നെ പറയാം. അപ്പോൾ അവർക്ക്, ഭക്തന്മാർക്ക് ഉപദേശങ്ങളിങ്ങനെ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുക, പാരായണം ചെയ്യുക, അമ്പലങ്ങളിലൊക്കെ ഭാഗവത പാരായണം അല്ലെങ്കിൽ രാമായണം, ഇതൊക്കെയാണല്ലോ തൊഴിൽ, അല്ലെങ്കിൽ പൂജകൾ, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഒരു വീടുകളിൽ ഭക്തിപരമായി ഇപ്പോൾ അച്ഛനൊക്കെ പണ്ട് അഖണ്ഡനാമം നടത്താൻ അമ്പലത്തിൽ, അല്ലെങ്കിൽ അമ്പലത്തിൽ ഇതുപോലെ എന്താ പറയുക, ഭാഗവത പാരായണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിന് ഫലം ഉപേക്ഷിച്ചിട്ടാണ് ചെയ്തത്. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. കാരണം ഇത്ര രൂപ കൂലി എന്നാണ് ഈ വന്ന കാലത്ത് എല്ലായിടവും എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച്. ഭാഗവത പാരായണത്തെല്ലാം ഇപ്പോൾ ഒരു തേങ്ങയ്ക്ക്, 1 കിലോ തേങ്ങയ്ക്ക് 80 രൂപയാണെങ്കിൽ അത് സ്ഥിരം എല്ലായിടവും 80 രൂപയാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു ഭാഗവത പാരായണത്തിന് ഒരാൾക്ക് എത്ര എനിക്കറിയില്ല, അതിൻ്റെ തുക എത്ര വെച്ചാൽ അത്രയും, അത് നിരക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഇവിടെ ഫലം ആഗ്രഹിച്ച് ചെയ്യുന്നത്. അതേസമയം യഥാർത്ഥ ഈ വിഷ്ണുപദം പ്രാപിക്കാനുള്ള യോഗനിഷ്ഠന്മാരെന്ത് ചെയ്യും? ഈ കൂലി മേടിക്കത്തില്ല. അതിന് ഫലത്തിനല്ല ചെന്ന് ഈ പാരായണം നടത്തുന്നത്. ദക്ഷിണയോടുകൂടിയ കർമ്മം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ അത്
കാരണം ആ നടത്തുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടണമല്ലോ, അതിന് എന്തെങ്കിലും ദക്ഷിണ വാങ്ങിക്കാതിരുന്നാൽ ഈ ചെയ്തവർക്ക് കിട്ടും അതിൻ്റെ പുണ്യം. ഈ പറഞ്ഞ ആളിന് പുണ്യവും വേണ്ട പാപവും വേണ്ട. പക്ഷേ ഒരാളെ എന്തെങ്കിലും ആ നടത്തുന്ന ഒരാളുടെ എന്തെങ്കിലും മേടിക്കാതിരുന്നാൽ അതിന് ഫലം അവർക്ക് കിട്ടത്തിനോർത്താണ് അവരെന്തെങ്കിലും കൊടുക്കുന്നത്. അത് എന്താ ദക്ഷിണ, എന്തെങ്കിലും ദക്ഷിണ അത് വാങ്ങിച്ച് തൊഴുതും കൊണ്ട് പോക്കറ്റിലിട്ട് പോരണം. അതാണ് ഫലം ആഗ്രഹിക്കാത്ത ചെയ്ത്. ഇന്ന് ആരാ അങ്ങനെ ചെയ്യുന്നത്? സപ്താഹം നടത്തുന്ന അവിടെ എല്ലാം ഓരോ ദിവസത്തെയും ഓരോ കൂലികളും അവിടെ എല്ലാവർക്കും അറിയാം. അപ്പം അതൊരു ഭക്തനാണോ? യഥാർത്ഥത്തിൽ ജ്ഞാനിയാണോ? ഭക്തനാ? എങ്ങനെയുള്ള ഭക്തൻ? കൂലിക്ക് വേണ്ടുന്ന ഭക്തൻ. എല്ലാവരും ഭക്തന്മാർ തന്നെയാണ്, പക്ഷെ അവർ ഫലം ആഗ്രഹിക്കുന്ന ഭക്തന്മാർ. അവർ ഈ പറഞ്ഞ വിഷ്ണുപദത്തിലൊന്നും പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. കാരണം എന്താണ്? അവർ ആ ഫലത്തിനെ ആഗ്രഹിച്ച് കിടക്കൊണ്ട് അവർ ചെയ്ത കർമ്മത്തിനെല്ലാം ഫലം കിടപ്പുണ്ട്. ചിലത് കിട്ടും, ചിലത് കിട്ടത്തില്ല. അതിൻ്റെ കർമ്മങ്ങൾ കൂട്ടി വെച്ചേക്കും. ആ വാസന കൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് അവർ വിഷ്ണുപദം പ്രാപിക്കുന്നത്? അവർ വീണ്ടും ജനിക്കും, വീണ്ടും ഇങ്ങനെ മരിക്കും, ജനിക്കും, ഓരോ കർമ്മങ്ങൾ ചെയ്യും, ഫലം ആഗ്രഹിക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞേക്കുന്ന ഈശ്വരാരാധനമായി കർമ്മം ചെയ്യുന്ന ജ്ഞാനികൾ എന്താ, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിച്ചിട്ട്, യഥാർത്ഥ ഒരു ഭക്തൻ, ഒരു സന്യാസി, ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു വിദ്വാൻ ഈ ഫലത്തെ ഉപേക്ഷിച്ചിട്ട് കേവലം പിന്നെ എന്ത് ചെയ്യുന്നു? ഈശ്വരാരാധനമായി കർമ്മം ചെയ്യുന്ന ജ്ഞാനികളായി ഭവിക്കും. അപ്പം ഈശ്വര ആരാധനമായി കർമ്മം ചെയ്താൽ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. എന്ത് ചെയ്താലും ഭാഗവത പാരായണമായാലും എല്ലാം ഭഗവാൻ അർച്ചിക്കുന്നു, പൂജയായി ചെയ്യുന്നു. അത്രത്തോളം ആത്മാർത്ഥമായി സാമർഥ്യത്തോടെ ചെയ്യുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരുടെയെങ്കിലും കെയർ ഓഫിൽ അവർക്ക് ഇപ്പോൾ എനിക്കൊരു കർമ്മം നടത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ഭാഗവത പാരായണം ഞാൻ വയ്ക്കുന്നു, ഭക്തന്മാരിവിടെ വരുന്നു. അവർ സന്തോഷമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്ന ഭക്തനുമുണ്ട്, കൂലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടുകൂട്ടി ആ കൂലിക്കുള്ള ഭക്തി ഉള്ളവരും ഉണ്ട്. അതിൽ യഥാർത്ഥ ജ്ഞാനി എന്ത് ചെയ്യും? യാതൊരു ഫലവും ആഗ്രഹിക്കത്തുമില്ല. നന്നായി ഫലവത്താക്കുന്ന രീതിയിൽ ഭക്തിപരമായി എല്ലാവർക്കും ലയിച്ച് ആനന്ദിക്കുന്ന രീതിയിൽ തന്നെ അവർ പാരായണം ചെയ്യും. അറിവ് അത്രത്തോളം ഉള്ള ജ്ഞാനികളും ആയിരിക്കും. അവർ അത്രത്തോളം ആത്മാർത്ഥമായി ഭഗവാനെ ഭജിക്കുമ്പോൾ കേട്ട് നിൽക്കുന്നവർക്കും ആ സ്വർഗാനുഭൂതി ഉണ്ടാകും. അത്ര ഭക്തനായിരിക്കും. ഫലം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെ ചെയ്യുന്നു? ഈശ്വരാരാധനമായി ചെയ്യുന്നു ആ കർമ്മം, ഫലം ഉപേക്ഷിക്കുന്നു. അപ്പോഴവിടെ ഏതാണ് നല്ലത്? ഈ ഈശ്വരാരാധനമായി കർമ്മങ്ങളുടെ ഫലമെല്ലാം ഉപേക്ഷിച്ച് ജ്ഞാനിയായ ആ വിദ്വാനാണോ മഹിമ കിട്ടുന്നത്? കൂലിക്ക് വേണ്ടി ഇത്ര രൂപ എന്ന് എഴുതി വെച്ച് എല്ലാവർക്കും ഒരേ നിരപ്പിൽ സപ്താഹത്തിന് ഇന്നാർക്ക് ഇന്ന തുക ഇങ്ങനെ എഴുതി വെച്ച് ഫലം ആഗ്രഹിച്ച് വരുന്ന ഭക്തനാണോ യഥാർത്ഥ ജ്ഞാനി? ഫലം ഉപേക്ഷിച്ചിട്ട് സാമർത്ഥ്യത്തോടുകൂടി ഭക്തിപരമായിരിക്കുന്ന രീതിയിൽ എല്ലാവരെയും നന്നാക്കണ രീതിയിൽ ചെയ്യുന്ന ഒരു ഫലം ആഗ്രഹിക്കാതെ ഈശ്വരാരാധനമായി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ ജ്ഞാനിക്കാണോ മഹിമ? അപ്പം മഹിമ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാ? അദ്ദേഹത്തിന് അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്ന ജ്ഞാനികളായി ഭവിക്കും. ഈശ്വരാരാധനമായി കർമ്മം ചെയ്യുന്നത് ജ്ഞാനികളാണ്, അവരാണ്. ആ ജ്ഞാനികളായി ഭവിച്ചിട്ട് ജന്മരൂപമായ ബന്ധത്തിൽ നിന്ന് മോചിച്ചവരായി. അപ്പോൾ ജനന മരണമാണ് ജന്മരൂപം. നമ്മൾ ഇന്ന് ജനിച്ചു, ഒരു രൂപമെടുത്തു, അത് മരിച്ചു, വീണ്ടും ജനിച്ചും മരിച്ചും വരത്തില്ല. കാരണം എന്താ? അവർക്കുള്ള ഉള്ളിൽ എല്ലാം ചെയ്ത കർമ്മങ്ങളെല്ലാം ഭഗവാൻ അർപ്പിച്ചാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് യാതൊന്നിൻ്റെയും ഫലം ആഗ്രഹിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ബന്ധനമില്ല. ഈ ലോകത്ത് ഒന്നിനോടും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. സർവ്വതും ഈശ്വരാർപ്പണമായി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മത്തിനും അദ്ദേഹം കർമ്മം ചെയ്തിട്ടില്ല, ഈശ്വരാർപ്പണമായ ചെയ്തത്. പരമാത്മാവിലേക്ക് ആ കർമ്മങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തു വന്നു? ഒരു കർമ്മത്തിനും ഫലം അദ്ദേഹത്തിന് വേണ്ടാത്തത് കൊണ്ട് ഉപേക്ഷിച്ചത് കൊണ്ട്, അതുകൊണ്ട് ബന്ധത്തിൽ ജന്മരൂപമായ ബന്ധത്തിൽ നിന്ന് മോചിച്ചവരായി യാതൊരു കാരണവശാലും ഈ ഭൂമിയായിട്ട് യാതൊരു ബന്ധവും പിന്നെ ഇല്ല. മോചിച്ചവരായിട്ട് സർവ്വ ഉപദ്രവരഹിതമായിരിക്കുന്ന വിഷ്ണുപദത്തെ പ്രാപിക്കും. സർവ്വ ഉപദ്രവരഹിതം, ഒരു ഉപദ്രവവും ഇല്ലാത്ത വിഷ്ണുപദം. കാരണം ഇദ്ദേഹം ഈ ഭൂമിയായിട്ട് ഇങ്ങനെയുള്ള ജ്ഞാനി, എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഒരു ജ്ഞാനിക്ക് ഈ ഭൂമിയിൽ ഒന്നും തന്നെ വാസനകളിൻ്റെ ബന്ധം പിന്നെ ഇല്ല. കാരണം ആഗ്രഹിച്ച് വല്ലതും ചെയ്തിരുന്നെങ്കിലല്ലേ അവിടെ ബന്ധനം കിടക്കുള്ളൂ. വീണ്ടും ജനിക്കാൻ വേണ്ടി എല്ലാ കടവും തീർന്ന് മോചനം കിട്ടി. ഭൂമിയിലേക്ക് ഇനി വരേണ്ട കാര്യമേ ഇല്ല. യാതൊന്നിൻ്റെ വാസനയില്ല. എങ്ങനെ വന്നു അതുപോലെ അദ്ദേഹത്തിന് തിരിച്ചു പോകാം. എവിടേക്ക് പോകാം? വന്നിടത്തേക്ക് പോകാം. എവിടെയാ? വിഷ്ണുപദത്തിലേക്ക് പോകാം. അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിച്ച് ഈ അർജുനന് കൊടുക്കുന്ന ഉപദേശം ഇതാ. ഇങ്ങനെ
ആയിത്തീരണം നമ്മളെല്ലാവരും. അതിനാണ് ഭഗവാൻ ഇങ്ങനെ എല്ലാ ഫലങ്ങളും നമുക്ക് ആഗ്രഹിക്കാതെ, എല്ലാ കർമ്മങ്ങളും ഫലത്തെ ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം തന്നെ ഞാൻ ഈ ഭഗവത്ഗീത വായിക്കുന്നു, അറിവില്ലെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ഞാനിത് പറയുന്നു ഭഗവാന്റെ പൂജയായിട്ടാണ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ അത്രത്തോളം സന്തോഷത്തോടെ, ആത്മാർത്ഥത്തോടെ, സാമർഥ്യത്തോടെയാണ് ഞാൻ തരുന്നത്. ഇവിടെ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യൂ. എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ പറയുവാണ്, ഇവിടെ സാമർഥ്യ വിശേഷമാണ് യോഗമെന്ന് പറയുന്നത്. എന്നിൽ യാതൊരു കളങ്കവുമില്ല. നന്നായി എനിക്ക് ഒക്കുന്ന ആരോഗ്യത്തോട് തന്നെ, സന്തോഷത്തിനും സാമർഥ്യത്തോട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യാതൊരു കളങ്കവും എൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല, ഒരു കാപട്യവും ഇല്ല. നേരായി തന്നെ എൻ്റെ സർവ്വ ആരോഗ്യവും എടുത്ത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം എന്താ, അതിൻ്റെ പേരാണ് യോഗം. അല്ലാതെ കപടമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എനിക്ക് വല്ലതും കിട്ടുന്നതൊന്നും അല്ലല്ലേ. അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവർക്കായി അവരെ പാടായി. ഇങ്ങനെ കാപട്യം നിറഞ്ഞ ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം അവിടെ അംഗീകരിക്കുമോ? ജ്ഞാനിയാകുമോ? ഒരിക്കലും. ജ്ഞാനം എന്ന് പറയുന്നതാണ് നന്നായി സാമർഥ്യത്തോടെ നിഷ്കളങ്കമായി ഒരു എന്താ ഉള്ളിൽ യാതൊരു എന്തോ പറഞ്ഞാൽ അസൂയ കുശുമ്പൊന്നും ഇല്ലാതെ എല്ലാ മക്കളും പരമാത്മാവിൻ്റെ ആണ്. അവർ നന്നാവണം, അവർ മേൽഗതി ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ അതൊരു ഫലവത്ത് തന്നെ ആക്കണം. മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് ഫലമാകണം. നമ്മൾ വെറുതെ ഈ അലച്ചതുകൊണ്ട് അതൊരു ഉപകാരം ആകണം എന്നോർത്ത് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈശ്വരാരാധനമായി ചെയ്യുന്ന കർമ്മം. അങ്ങനെയുള്ള ജ്ഞാനികളായി ഭവിക്കുമ്പോൾ എന്ത് വരും? കാരണം ഫലത്തെ ആഗ്രഹിച്ചാലേ ബന്ധനമുള്ളൂ. ഫലത്തെ പോലും ആഗ്രഹിക്കാതെ നന്നായി ഇതിന് ഉപദേശം കൊടുക്കുമ്പോൾ ഉള്ള അറിവ് ഉള്ളത് മതി. ഭഗവാൻ ഇല്ലാത്തതിനെ കൊടുക്കാൻ പറയത്തില്ല. എന്നിൽ എന്താ ഉള്ളത് അത് കളങ്കമില്ലാതെ എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ചെയ്യുന്ന ജന്മരൂപമായ ബന്ധത്തിൽ നിന്ന് മോചിച്ചവരായി നമുക്ക് പിന്നെ യാതൊരു ബന്ധനങ്ങളും ഇവിടെ ഇല്ല. കാരണം നമ്മുടെ ഉള്ളിൽ കാപട്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു, ഈശ്വര ആരാധനയായി ചെയ്യുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഭഗവാന് പൂജയായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതപ്പോൾ എന്തെങ്കിലും ഇവിടെ മനസ്സുകൊണ്ട് ഇവിടെ ഭൂമിയിൽ എനിക്കത് കിട്ടിയില്ലല്ലോ, ഞാൻ ഇത്രയും കർമ്മം ചെയ്തെങ്കിൽ അത് തന്നില്ലല്ലോ എന്ന് ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരേണ്ടി വരും. മരിച്ചിട്ട് വീണ്ടും വീണ്ടും വരണം. അതുകൊണ്ട് അതിൽ നിന്നല്ല മോചനം കിട്ടണമെങ്കിൽ മനസ്സിൽ എല്ലാത്തിനും സമത്വ ബുദ്ധി ആയിരിക്കണം. ഇവിടെ എല്ലാം സുഖദുഃഖത്തിലും എല്ലാത്തിനും ഭഗവാൻ പറഞ്ഞേക്കെന്താ? സമത്വ ബുദ്ധി. അങ്ങനെയുള്ളവർക്കാണ് പുണ്യവും പാപവും ഇല്ലാത്തത്. കാരണം സുഖത്തിലും ദുഃഖത്തിലും എനിക്ക് സുഖം വേണം, ദുഃഖം വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് വരും? അപ്പോൾ പുണ്യത്തിനും പാപത്തിനും പ്രത്യേകം നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടും. ഇതിവിടെ എല്ലാത്തിനും സമത്വ ബുദ്ധി എന്നാണ് പറഞ്ഞേക്കുന്നത്, സമബുദ്ധി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു യോഗി, ഒരു ജ്ഞാനി ജന്മരൂപമായ ബന്ധത്തിൽ നിന്നെല്ലാം മോചിച്ചവരായിട്ട് സർവ്വ ഉപദ്രവരഹിതമായി ഇരിക്കുന്ന വിഷ്ണുപദത്തെ പ്രാപിക്കും. അവിടെ യാതൊരു ഉപദ്രവങ്ങളും ഇല്ലാത്ത വിഷ്ണുപദം. എന്താ കാരണം? നമുക്ക് ഇവിടെ യാതൊരു കാരണവശാലും തിരിച്ചിങ്ങോട്ട് വരണ്ടല്ലോ. ഇവിടെ ഒരു ജീവജാലങ്ങളോടോ ഒരു കടപ്പാടില്ല. ഭാര്യയോ മക്കളോ വീടോ കൂടോ ധനം ഒന്നിലോട്ട് ഒരു കടപ്പാടില്ലാതാണ്. എല്ലാം മോചിച്ചവരായിട്ടാണ് ഇവിടുന്ന് അങ്ങേക്ക്. കാരണം എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് കടം വീട്ടി യാതൊന്നിനും ആഗ്രഹമില്ലാതിരിക്കുന്ന ഒരു ജ്ഞാനിക്ക് ഇവിടുന്ന് പോകുന്നത് എങ്ങനെയാ? ഭഗവാന്റെ വിഷ്ണുപദത്തിലേക്കാണ് എത്തുന്നത്. അവിടെ സർവ്വ ഉപദ്രവരഹിതമായിരിക്കുന്ന വിഷ്ണുപദമാണ്. അവിടെ ചെന്ന് നമുക്കും പ്രാപിക്കാം. അതാണ്. ഇനി നമുക്ക് 52-ാമത്തെ ശ്ലോകം വായിക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അർജുനന് കൊടുക്കുന്ന ഉപദേശം ഇത് നമുക്ക് പഠിക്കാനാ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യദദാ രക്ഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. എപ്പോൾ നിന്റെ അന്ധകരണം, നമ്മളെല്ലാം ചിന്തിക്കുന്ന നമ്മുടെ അന്ധകരണം, ഇവിടെ അർജുനൻ എന്ന് പറഞ്ഞത് നമ്മളാണ്. എപ്പോൾ നിന്റെ, അത് നമ്മുടെ അന്ധകരണം, നമ്മുടെ ഉള്ളിനകത്ത് ആത്മാനാത്മ വിവേക ഇല്ലായ്മയാകുന്ന കാലുഷ്യത്തെ, നമ്മളെ ഉള്ളിൽ കാലുഷ്യങ്ങൾ എപ്പോഴാണ് കടന്നു പോകുന്നുവോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വേണ്ടാത്ത ചിന്തകൾ, അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള കാമം, ക്രോധം, അതായത് ഇങ്ങനെയുള്ള ഓരോരോ ശത്രുക്കൾ, അതായത് വിഷം, അതിന് പറയുന്ന കാലുഷ്യം, ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകൾ കാലുഷ്യത്തെ കടന്നു പോകുന്നുവോ നമ്മുടെ ഉള്ളിൽ, ഇതെല്ലാം മർമ്മമത. ഇങ്ങനെ അർജുനന് കൊടുക്കുക. അർജുനൻ ഇതൊന്നും ആയില്ല, അതെല്ലാം കൊടുത്ത് നന്നാക്കാൻ പോവുക ഭഗവാൻ. എന്താ കാരണം? യുദ്ധം ചെയ്യാൻ വയ്യാതിരിക്കുന്ന എന്താ? ഓരോ ദുഷിച്ച ചിന്തകളെല്ലാം ഉള്ളിലുണ്ട്.
സ്വന്തവും ബന്ധവും എന്നൊക്കെ വന്നതായപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മമതയിലൂടെ കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ വയ്യ. അങ്ങയുടെ കർമ്മമാണത്, അത് ചെയ്യാൻ വയ്യ. അപ്പോഴെന്ത് വരുന്നു? ഈ കാലുഷ്യം, ഇങ്ങനെയുള്ള മമതയും വേണ്ടാത്ത ചിന്തകളും ഇതൊക്കെ ഉള്ളിൽ നിന്ന് കളയണം. അത് എന്ന് നിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു പോകുന്നുവോ അപ്പോൾ കേൾപ്പാനുള്ളതും കേട്ടിട്ടുള്ളതുമായ കർമ്മഫലങ്ങളിൽ നീ വൈരാഗ്യം പ്രാപിക്കും. അതുവരെ എത്ര പറഞ്ഞെടുത്താലും ഉള്ളിൽ കയറത്തില്ല. ഇന്ന് എല്ലാ മക്കൾക്കും വരുന്ന അബദ്ധം ഇതാണ്. ഒരുത്തരോടും പറഞ്ഞാൽ എനിക്ക് കഴിയത്തില്ല, എൻ്റെ മനസ്സിൽ ഇതൊന്നും പോകത്തില്ല, എൻ്റെ മനസ്സ് അവിടെ അങ്ങ് ഉറച്ചിരിക്കുന്നത്, ഞാനിങ്ങനെ ലോകം മൊത്തവും എൻ്റെ മനസ്സ് കറങ്ങുക, ഇതെടുത്ത് ഇങ്ങനെ പോകുക. കാരണം മനസ്സിനെ അവിടെ പിടി കിട്ടുന്നില്ല. ഈ ലോക ചിന്തയിൽ ഇങ്ങനെ കറങ്ങുക. ഉള്ളിലെല്ലാം എന്താ, എനിക്ക് മറ്റുള്ളവരെക്കാൾ നന്നാവണം, എനിക്ക് ഇന്ന രീതിയിൽ എൻ്റെ വീട് വേണം, അങ്ങനെ ഓരോരോ ചിന്തകളും കൊണ്ട് ഇങ്ങനെ നടക്കുക. ഉള്ളം നിറച്ചും എന്താ, ചിലർക്ക് ഞാനെന്ന ഭാവം, അഹങ്കാരം, ഇങ്ങനെ ഓരോരോ രീതിയിൽ ഉള്ള നിറച്ചും കാലുഷ്യങ്ങളാണ്. ഇതൊക്കെ അവിടെ ഇല്ലാതെ നല്ലതായിട്ടുള്ള ഒരു തുറന്ന ഹൃദയമായി ഇരിക്കണം, ഒരു കാലുഷ്യം ഇല്ലാതെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാലുഷ്യത്തെ കടന്നു പോകുന്നത്. എപ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന്, അന്ധകരണത്തിൽ നിന്ന് ആത്മാനാത്മ വിവേകമില്ലായ്മയാകുന്ന, അതായത് ഒരു അറിവില്ലാത്ത അന്ധകാരത്തെ മൂടിക്കിടക്കുന്ന ഉള്ളം എപ്പോൾ നിനക്ക് ശരിയാവും? ആ അഴുക്ക്, ഈ കാലുഷ്യങ്ങളെല്ലാം എപ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് പോയി ശുദ്ധമാകുന്നുവോ അപ്പോളേ ഈ ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഈശ്വരാരാധനമായി കർമ്മം ചെയ്യണമെന്നും ഫലം ആഗ്രഹിക്കാതെ ചെയ്യണമെന്നും എല്ലാം ഭഗവാൻ അർപ്പിക്കണം, ഇതൊക്കെ കേട്ടതെല്ലാം ഇത് നിൻ്റെ മനസ്സിൽ കയറണമെങ്കിൽ, ഉള്ളിലിരിക്കണമെങ്കിൽ മക്കളെ ഇത് മനസ്സിലാക്കൂ. എന്താ കാരണം നിങ്ങൾക്കിത് കേൾക്കണ്ട എന്ന് തോന്നുന്നത്? കാരണം ഇതാണ്, ഉള്ളിലിരിക്കുന്നേ ഈ ദുഷിച്ച ചിന്തകളെല്ലാം പോകണം. എന്താ ദുഷിപ്പ്? ഈ ലോക ജീവിതം തന്നെയാണ് മക്കളെ, എല്ലാവർക്കും ഉള്ളതാണ്. അത് ഖേദിക്കണം, ഞാനീ പറയുന്നുണ്ട്. എനിക്ക് എന്നുവെച്ചാൽ എല്ലാവർക്കും കുറേച്ച, ചിലർക്ക് കൂടുതൽ, ചിലപ്പോൾ അതിൽ കൂടുതൽ, ഇങ്ങനെ പലർക്കും പല അളവായിരിക്കും. ചിലർക്ക് ഒട്ടും ഇല്ലാത്തവരും കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഉണ്ട്, അതെങ്ങനെ പല വിധത്തിലും പല അളവിലുമാണ്. ചിലർക്ക് പെട്ടെന്നൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല, അത്രത്തോളം മുറുകെ കിടക്കുവാണ്. ഹൃദയം നിറച്ചും ലോകചിന്ത, ഈ ലോകത്തിലേക്കുള്ള ജീവിതത്തിൻ്റെ മാത്രം ചിന്തയാണ്. ഇതിൽ നിന്നും വിടുതൽ പെട്ടാനൊന്നും ഈ ജന്മം ഒക്കാത്ത രീതിയിൽ കടന്ന് കഷ്ടപ്പെടുന്നവർ കാണും. ഒരിക്കലും കളയാൻ പറ്റത്തില്ല, എൻ്റേതെന്നുള്ള മമത ഒരിക്കലും പോകത്തില്ല. ഇത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാലുഷ്യങ്ങളെല്ലാം കടന്നെപ്പോൾ പോകും? അപ്പോൾ മാത്രമേ കേൾപ്പാനുള്ളതും കേട്ടിട്ടുള്ളതുമായ കർമ്മഫലങ്ങളിൽ നീ വൈരാഗ്യം പ്രാപിക്കും. ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഇനി കേൾക്കാൻ ഇനിയും ഉണ്ട്. അതുമൊക്കെ വൈരാഗ്യമായിട്ട് നീ അത് മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ ഉള്ളം ആദ്യം ശുദ്ധമാകണം. ഇതാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഉള്ളം ശുദ്ധമാകാതെ എങ്ങനെ നല്ല കാര്യങ്ങൾ, അമൃതാകുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറും? അവിടെ ദുഷിച്ച ചിന്തകളല്ലേ ഇരിക്കുന്നത് ഉള്ളം നിറച്ചും. അതായത് രത്നം തിളങ്ങണമെങ്കിൽ ആദ്യമേ രത്നത്തിൻ്റെ പുറത്തിരിക്കുന്ന മാലിന്യം, കാരണം കുപ്പയിൽ കിടക്കുന്ന രത്നത്തിനെ തിളക്കണമെങ്കിൽ ആ കുപ്പ മാറ്റിയിട്ട് അതിൽ നിന്ന് രത്നം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കണ്ടേ, അപ്പോഴല്ലേ തിളങ്ങത്തുള്ളൂ. ഈ വചനങ്ങൾ, ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ ആ ഉള്ളിലോട്ട് ചെല്ലണമെങ്കിൽ ഈ കറകളെല്ലാം അങ്ങ് പോകണം. ആ കറകൾ അതിന് ഭഗവാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അർജുനൻ്റെ ഉള്ളിലെ കറ കളയാൻ, അഴുക്കൾ കാലുഷ്യങ്ങളെല്ലാം കളയാൻ വേണ്ടി. അത് എപ്പോൾ പോകും? അപ്പോഴേ നിനക്ക് ശരിയാവൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുപോലെ ആത്മാർത്ഥമായി ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നും ഫലം ആഗ്രഹിക്കാതെ നിഷ്കാമകർമ്മം ചെയ്യണമെന്നും അതുപോലെ തന്നെ സാമർഥ്യത്തോട് ചെയ്യണമെന്നും. യുദ്ധമാണേലും ശരി, അത് നന്നായി സാമർഥ്യത്തോടെ തന്നെ ചെയ്യണം. കാരണം അവിടെ ഇന്നാര് മരിക്കും, ഇന്നാരുള്ള ചിന്ത പാടില്ല. സമത്വ ബുദ്ധി എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ സമത്വം വെച്ചാൽ അവിടെ അന്യവനെന്നും സ്വന്തമൊന്നും ഇല്ലാത്ത അവസ്ഥ. അന്യനെ കൊല്ലാം, സ്വന്തത്തിനെ കൊല്ലാൻ വയ്യ യുദ്ധം ചെയ്യുമ്പോൾ അത് എന്താ? അത് മമതയല്ലേ, സമത്വം അല്ലായ്മയല്ലേ? ഇവിടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നീ സമത്വം പാലിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? പുണ്യത്തിലും പാപത്തിലും സമത്വം. അപ്പോൾ ഞാനൊന്നും നീയൊന്നും വേണ്ട, സർവ്വതും സമത്വം. അവിടെ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ആളും തരവും നോക്കിയല്ല യുദ്ധം ചെയ്യേണ്ടത്. അയ്യോ എൻ്റെ അവളോട് എൻ്റെ അമ്പ് പോവരുത്, അവർ ചത്തുപോകും, അത് മറ്റവൻ്റെ തലയിലിരിക്കട്ടെ എന്ന് ചിന്ത. അത് ഉള്ളം നിറച്ച അഹങ്കാരവും കുശുമ്പും അല്ലേ? അതിൽ എങ്ങനെ ഈശ്വരൻ വസിക്കും? ഈശ്വരൻ ഒരിക്കലും വസിക്കണമെങ്കിൽ ഏത് കർമ്മമായാലും, എന്തെല്ലാം കൊള്ളരാത്ത കർമ്മമായാലും അതിന് കൊണ്ടൊരു നിഷ്കാമകർമ്മം, അതിനൊരു എന്താ പറയുക, അതിനൊരു കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത കർമ്മം. നമുക്ക് ചിലപ്പം ഇതൊക്കെ വെറും എന്തോ മാലിന്യമുള്ള ചില, ഇപ്പോൾ കക്കൂസ് കഴിവെക്കാം, അങ്ങനെയില്ലേ? ഈ തോട്ടിലെ എന്താ പറയുക, ഓട കഴിവൊക്കെ ഇല്ലേ? ഇതൊക്കെ വെറും വൃത്തികെട്ട ജോലിയല്ലേ? അതിന് കൊണ്ടൊരു എന്താ പറയുന്നത്, മനസ്സിന് ശുദ്ധമായ കർമ്മം, അതും സാമർഥ്യത്തോടുകൂടി, അജ്ഞാനമില്ല ആ കർമ്മം നന്നായി ചെയ്യണം, ഒരു കളങ്കമില്ലാതെ
സത്യമായിട്ടും അതിൻ്റേതായ രീതിയിൽ അത് ചെയ്യണം. ഏത് കർമ്മത്തിനും ഉണ്ട് അതിൻ്റെ മാഹാത്മ്യം. ഉള്ള നിറച്ച് സത്യസന്ധമായിരിക്കണം ഏത് കർമ്മം ചെയ്താലും. അങ്ങനെയുള്ള ഹൃദയത്തിനകത്ത് മാത്രമേ ഈശ്വരകൃപ ഇരിക്കത്തുള്ളൂ, ചെല്ലത്തുള്ളൂ. ചെന്നിട്ട് വേണ്ടേ ഇരിക്കാൻ. അപ്പോൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ, ഭഗവാന്റെ വചനങ്ങൾ ഇത് കേട്ട് അവിടേട്ട് ഇഴിഞ്ഞിറങ്ങണമെങ്കിൽ ആദ്യത്തെ ഇത് ഹൃദയം വൃത്തിയാക്കുക. പാലൊഴിച്ചാൽ പിരിയാതിരിക്കണം. അമൃതാകുന്ന വചനം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ അതവിടെ ഇരിക്കണം. അത് പിരിഞ്ഞു പോകാനുള്ളതല്ല. അവിടെ ഇരുന്ന് അത് പ്രവൃത്തിയാക്കി അത് നെയ്യും, അതായത് വെണ്ണ അതിൽ കൂടെ കിട്ടണം. നമുക്ക് ആനന്ദം അനുഭവിക്കുന്നതാണ് അമൃത്, ആ വെണ്ണ. അതിൽ ഇരുന്നില്ലാതെ അത് പിരിഞ്ഞു പോയാൽ പറ്റൂ. അതുകൊണ്ട് ആ അഹങ്കാരമാകുന്ന ദുഷിച്ച ചിന്തകളെല്ലാം ഉള്ളിൽ നിന്ന് പോക്കി വന്നാലേ നിനക്ക് ഇതെല്ലാം വൈരാഗ്യപ്പെട്ട് പ്രാപിക്കാൻ പറ്റും. അപ്പോഴേ നിനക്ക് വൈരാഗ്യം ഉണ്ടാകും. എന്താ വൈരാഗ്യം? ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്. അതാണ് വൈരാഗ്യം. എനിക്കും അങ്ങനെ ആകണം, എൻ്റെ ഉള്ളിൽ അഴുക്കെല്ലാം പോകണം, എനിക്ക് മമത പാടില്ല, എൻ്റെ ഉള്ള എല്ലാം പോയിട്ട് സമത്വം എനിക്കും ആകണം, എനിക്ക് ഭഗവാൻ പറഞ്ഞത് എല്ലാ ഉപദേശങ്ങളും എനിക്ക് അങ്ങനെ ആയി തീരണം, ഞാൻ അങ്ങനെ ആയി എനിക്ക് പറ്റൂ എന്നൊരു വൈരാഗ്യം നമുക്ക് വേണം. അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അണ്ടർഗോൻ്റെ പദം കൂടി തുച്ഛമായി കണ്ടുകൊള്ളുന്നതല്ലേ വൈരാഗ്യം. ഈ വെണ്ണയാകുന്ന അമൃത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ വൈരാഗ്യം വേണം. അതാണ് രണ്ടാം സാധനമായ വൈരാഗ്യം ഒന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് ഓതുമോ. ആ വൈരാഗ്യം എന്ന് പറയുന്നത് വല്ലവരെയും കൊല്ലാം അല്ലെങ്കിൽ അടിക്കുക എന്നല്ല. എന്തും ചെയ്യാമെന്ന് ഓതുമോ പറയുമോ. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞ് ചിലർ പറയും എല്ലാവരെയും അടിച്ച് തല്ലാനുള്ള വൈരാഗ്യമാണ്. അങ്ങനെ പറയാൻ കൊള്ളാമോ? അതല്ല. എന്താ പിന്നെ അണ്ടർഗോൻ്റെ പദം കൂടി തുച്ഛമായി കണ്ടുകൊള്ളുന്നതല്ലേ വൈരാഗ്യവും. അപ്പോൾ നമ്മൾ വൈരാഗ്യം ഇല്ലാതിരുന്ന ഈ കാമക്രോധ അഴുക്കുകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോകും? വൈരാഗ്യം വേണം. എനിക്കും നേടണം, എനിക്ക് ആ വെണ്ണ എടുത്ത് കഴിക്കണം, എനിക്ക് ഭഗവാന്റെ അമൃത് കഴിക്കണം, അതിന് എൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം എടുത്ത് കളയണം. ആ ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരകൃപ നമ്മളിൽ വരത്തുള്ളൂ, നമ്മൾ അനുഭവിക്കാൻ പറ്റൂ. ആനന്ദം ആ പരബ്രഹ്മത്തിൽ ചേരാൻ പറ്റത്തുള്ളൂ. നമുക്കും ഒരു ബ്രഹ്മാനന്ദാനുഭൂതി നമ്മൾ അനുഭവിക്കണ്ടേ. അതിനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഈ ഉപദേശങ്ങളെല്ലാം. അങ്ങനെ വരണമെങ്കിൽ ആദ്യമേ നമ്മുടെ ഉള്ളിലെ കാലുഷ്യത്തെ, നിനക്ക് എന്നും നിൻ്റെ ആത്മാനാത്മ വിവേകമില്ലായ്മയാകുന്ന, നിൻ്റെ ഉള്ളിലെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ, കാലുഷ്യത്തെ കടന്നു പോകുന്നുവോ, എപ്പോൾ നീ അതിലടുത്ത് കളയുന്നുവോ അപ്പോൾ മാത്രമേ നിനക്കിത് കേട്ട് മനസ്സിലാക്കാനും നിൻ്റെ ഉള്ളിലേക്കിത് അതായത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള, കേട്ടിട്ട് ആ കർമ്മഫലങ്ങളിൽ നീ വൈരാഗ്യം പ്രാപിക്കുക. എന്നാലേ നിനക്കത് പറ്റൂ. അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി സമയം പോകുന്നു, ഒത്തിരി അങ്ങ് സമയം പോകുന്നു. ഹരി ഓം ഹരി ഓം ഹരി ഓം.